ഐഡിയാസ്. ലേൺവേഴ്സിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റോറി പറയാം എന്നുള്ള ഒരു ഭാഗം വരുന്നുണ്ടല്ലോ. അതിലിപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി പറയാമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞത് 2017 അപ്പോൾ ഈ ഒരു ജൂലൈ ബാച്ചിലേക്കാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ അറൗണ്ട് 8 years ആയി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്. 8 yearsന് ശേഷമാണ് ഞാൻ PG ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ B.Edനായിരുന്നു പോയത്. B.Edന് 2 വർഷം B.Ed ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കരിയർ ബ്രേക്ക് വന്നു. ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ ഡെലിവറി കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഇയർ 1 year ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ അതിനുശേഷം കൊറോണയൊക്കെ ആയി. പിന്നെ വീട്ടിൽ തന്നെ ആയി. പിന്നെ PG ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. PG എനിക്കൊരു വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജിൽ എനിക്ക് സീറ്റും കിട്ടി B.Edന് ശേഷം. അപ്പോൾ പിന്നെ പല കാരണങ്ങളും കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് PG ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് എവിടെ അവൈലബിൾ ആണോ, വാലിഡിറ്റി ഉണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ, ലൊക്കേഷൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നു, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടില്ല ആ സമയത്തൊന്നും. എനിക്ക് PG ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. ട്വിൻ ബേബീസ് ആയിരുന്നു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ പിന്നെ അവരുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ ഒന്നിനും ടൈമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ അവർക്ക് 3 വയസ്സാവാനായി. ഈ അത്രയും കാലം ഞാൻ ഇവരുടെ ബാക്കിൽ തന്നെയായിരുന്നു. എനിക്ക് വേറൊരു കാര്യത്തിലേക്കും തിരിയാനുള്ള സമയം ഉണ്ടായില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ ട്യൂഷൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓഫ്ലൈനായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. കാരണം ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നമുക്ക് അത്ര ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ്, അത്ര ഹെൽത്തി ആയിട്ടുള്ള ആളല്ല. അപ്പോൾ ഇവരെ രണ്ടുപേരെ നോക്കാൻ വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ അത്രയും 3 വർഷം എന്ന് വെച്ചാൽ ഇവരുമായിട്ട് മല്ലിടുന്നായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് PG ചെയ്യണമെന്നുണ്ട്. എനിക്ക് എന്തായാലും ഓഫ്ലൈൻ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മനസ്സിലാഗ്രഹം ഓഫ്ലൈൻ ചെയ്യണം എന്നായിരുന്നു. പക്ഷേ എനിക്കെന്തായാലും എൻ്റെ ഒരു സാഹചര്യം വെച്ച് ഇനിയും ഞാൻ ഓഫ്ലൈനിൽ നീട്ടി കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ എൻ്റെ കരിയറിലേക്ക് അത്രയും ലോങ് ആയി പോകും എന്നുള്ള കാരണം കൊണ്ട് ഞാനിപ്പോൾ എന്തായാലും വീട്ടിലാണ്. ഇവരെ നോക്കിയിട്ട് ഇപ്പം എനിക്ക് വീട്ടിൽ നിൽക്കാനേ പറ്റൂ. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഓൺലൈനാണ് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് കൺസേൺ നമുക്ക് ക്ലാസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇഗ്നോയിലെ കുറിച്ച് ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. നമുക്ക് മലയാളത്തിൽ എവിടെയാ ക്ലാസ് കിട്ടുന്നത്, ക്ലാസ് ഇല്ലാണ്ടത് ഇപ്പോൾ കെമിസ്ട്രി ആയതുകൊണ്ട് നടക്കില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ലേൺവൈസ് ആണ് കണ്ടത്. അങ്ങനെയാണ് ലേൺവൈസിൽ ഞാൻ കോൺടാക്ട് ചെയ്തത്. വേറെയും ഞാൻ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരൊക്കെ MSc കെമിസ്ട്രി ആ ഒരു ക്ലാസ് അവർ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ക്ലാസ് ആയിട്ട് അവിടേക്ക് കിട്ടില്ല, പകരം നമുക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടത് ലേൺവൈസ് ആണ്. അങ്ങനെയാണ് ലേൺവൈസിൽ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. പക്ഷേ ഇത്രയായിട്ട് ക്ലാസ് ഞാൻ റെഗുലറാക്കി കണ്ടിട്ടില്ല. ഇനിയൊന്ന് സിസ്റ്റമാറ്റിക് ആവണമെന്ന് മനസ്സിലുണ്ട്. ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്. ഇടയ്ക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ നിന്നൊക്കെ ബാക്കിലേക്ക് പോയാൽ നമ്മൾ കേൾക്കാണ്ടിരുന്ന മെൻറ്റർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്, ഷഫ്നാമയാണ് നമ്മുടെ മെൻറ്റർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ക്ലാസ് കേട്ടിട്ടില്ലേ, കേൾക്കണം കേട്ടോ ഇങ്ങനെ പറയും. ഇപ്പോൾ ജസ്റ്റ് 1-2 ക്ലാസ് കേൾക്കും, പിന്നെ ഇങ്ങനെ ആവും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാം കേട്ടുമ്പോൾ സിസ്റ്റമാറ്റിക് ആവണമെന്നുണ്ട്. ക്ലാസ്സസ് എല്ലാ ആപ്പിലുണ്ട്. ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിവേ നല്ല രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതാണിപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയാൻ അത്രയൊക്കെ ഉള്ളൂ. വലിയ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഓഫ്ലൈനിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം, വീട്ടിൽ എൻ്റെ മക്കളെയും നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തതും ലേൺവൈസിൽ ജോയിൻ ചെയ്തതും. ഓക്കെ, താങ്ക് യു.